ചേർത്തലയിൽ അതിദരിദ്രരുടെ ഭക്ഷ്യകൂപ്പൺ തട്ടിയ കോൺഗ്രസ് കൗൺസിലർ നടത്തിയത് മനസാക്ഷിയില്ലാത്ത കൊള്ള. കോൺഗ്രസ് കൗൺസിലർ സാജു തട്ടിയെടുത്തത് അതിദരിദ്രരായ രണ്ടുപേരുടെ 44 മാസത്തെ ഭക്ഷ്യകൂപ്പൺ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിജിലൻസിനും പരാതി നൽകാൻ നഗരസഭ. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ഷാജി, ഏറ്റവും ദാരുണമായ മനസാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നടപടിയാണ് ഈ കോൺഗ്രസ് കൗൺസിലറായ സാജുവിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. 1-2 മാസത്തെ ഒന്നുമല്ല, 44 മാസത്തെ ഭക്ഷ്യകൂപ്പൺ അന്നത്തിന് വകയില്ലാത്ത മനുഷ്യരുടെ തട്ടിയെടുത്തിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചോ? മനു, പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാരനായിട്ടുള്ള ഗുണഭോക്താവിന്റെ മൊഴി രേഖപ്പെടുത്തി. അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കി. തന്നെ അറിയിക്കാതെയാണ് തന്റെ ഭക്ഷ്യക്കിറ്റ് ഇദ്ദേഹം തട്ടിമാറ്റിയത്. തന്നോട് സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. ഏതാണ്ട് 44 മാസത്തെ ഭക്ഷ്യക്കിറ്റാണ് ഈ സാജു എന്ന് പറയുന്ന വാർഡ് മെമ്പർ കോൺഗ്രസ് നേതാവ് തട്ടിയെടുത്തത്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ അന്വേഷണം. കാര്യം അദ്ദേഹം കൗൺസിലായതുകൊണ്ട് തന്നെ മറ്റ് സാമ്പത്തിക ഫണ്ടുകൾ ഒരുപാട് വരുന്നതാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ മറ്റു തരത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷിക്കുന്നതിന് വിജിലൻസിന്റെ അന്വേഷണം കൂടെ നഗരസഭ ആവശ്യപ്പെടും. എന്തായാലും നഗരസഭയിലോട്ട് ഇദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് എത്തുന്നില്ല. ഇയാളെ, അതായത് പരാതിക്കാരനെ സ്വാധീനിക്കാൻ പല കോണുകളിൽ നിന്നും ശ്രമം നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇയാൾക്കെതിരെ തൽക്കാലം നടപടി വേണ്ട. കാര്യം ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നടപടി സ്വീകരിച്ചാൽ ഇയാൾ കുറ്റവാളിയാണ് എന്ന് കോൺഗ്രസും അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇലക്ഷനെ ബാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പക്ഷേ പോലീസ് അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇയാളെ പുറത്താക്കാൻ തന്നെ, അതായത് നിലവിൽ ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും നിലവിൽ ഇയാൾക്കെതിരെ നടപടിയൊന്നും സ്വീകരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അത് കേരളത്തിലെ കോൺഗ്രസിനെ പൊതുവെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇയാളെ തൽക്കാലം സംരക്ഷിക്കുക എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. എത്ര കൃത്യമായ കണക്കുകൾ ഉണ്ടായിട്ടും ഭക്ഷ്യക്കിറ്റ് തട്ടിയതിന്റെ കൃത്യമായ രേഖകളും ഇയാൾ കള്ളയൊപ്പിട്ട് വാങ്ങിച്ചതിന്റെ തെളിവുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഇയാൾക്കെതിരെ നടപടി അത്ഭുതപ്പെടുന്നതാണ്. ഏറ്റവും സാധാരണക്കാരായ, അതായത് ഒരു നേരത്തിലെ അന്നത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കാതെ പോകാൻ കഴിയാത്ത 2 മനുഷ്യർ അവരുടെ അന്നം തട്ടിയെടുക്കുന്നു. 44 മാസത്തെ ഭക്ഷ്യകൂപ്പൺ തട്ടിയെടുക്കുന്നു. അതിന്റെ രേഖകൾ, ഇയാൾ ഒപ്പിട്ട് വാങ്ങിയതിന്റെ തെളിവുകൾ, ഈ തട്ടിയെടുക്കപ്പെട്ട മനുഷ്യരുടെ മൊഴികൾ, ഇതൊക്കെ ഉണ്ടായിട്ടും ഇയാളെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ സാധാരണക്കാരായ മനുഷ്യരോടുള്ള സമീപനത്തെ കാണേണ്ടത്? അതിന് നമുക്ക് എടുത്തു പറയേണ്ടത് മനു, കാരണം ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കുറ്റം സംരക്ഷിക്കപ്പെടുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം പല ഘട്ടത്തിലും സ്വീകരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രാഥമികമായി തന്നെ ഇയാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം മുനിസിപ്പൽ സെക്രട്ടറിയാണ്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു കേസല്ല, മുനിസിപ്പൽ സെക്രട്ടറിയാണ് ഇയാൾക്കെതിരെ കൂപ്പൺ തട്ടിയെടുത്തതിന്റെ പേരിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെ മാറ്റി നിർത്തി ഒരു അന്വേഷണം അങ്ങനെയെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊന്നും വേണ്ട, ഇയാളെ സംരക്ഷിക്കണം, ഇയാളെ അറിയാതെ ചെയ്തു പോയതാണ്, ചെയ്തത് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഇത്തരം വാക്കുകളൊക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. മറിച്ച് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള യാതൊരുവിധ നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നില്ല. അത് തൽക്കാലം ഷാജി ചില്ലറ കാര്യമല്ല. ഇപ്പോൾ ഒരു ദിവസത്തെ ആണെങ്കിൽ പോലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. നോക്കൂ, ഇവിടെ 44 മാസത്തെയാണ്, ഏകദേശം 3-3.5 വർഷത്തെ തട്ടിപ്പാണ് ഈ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് കുറച്ചുകൂടി ജാഗ്രതയൊക്കെ വേണമായിരുന്നു എന്നൊക്കെ കോൺഗ്രസ് നേതൃത്വം പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് അവരെക്കുറിച്ച് പറയേണ്ടത്? സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും മനു, നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിൽ പോയി ഇത് സ്വന്തമായിട്ട് വാങ്ങിയെടുക്കാൻ കഴിയാതെ വൈകല്യമുള്ളവരും അല്ലെങ്കിൽ അത്രത്തോളം ആരോഗ്യക്ഷമത ഇല്ലാത്തവർക്കുമൊക്കെയാണ് ഇങ്ങനെ കിറ്റുകൾ നൽകുന്നത്. അത് നേരിട്ട് മുനിസിപ്പാലിറ്റി ചെന്നാൽ ഇവരുടെ തട്ടിപ്പ് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരിൽ മുനിസിപ്പാലിറ്റി എത്താത്തവരുടെ പേരിലാണ് ഇപ്പോൾ 2 പേരുടെ പേരിലുള്ള കിറ്റ് അടിച്ചു മാറ്റിയെന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് അത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ടാണ് നഗരസഭാ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. മാത്രമല്ല ഇയാൾ തട്ടിയെടുത്തത് ബോധപൂർവമാണ്. ഇപ്പോൾ ഇയാൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം ഈ ഗുണഭോക്താവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഗുണഭോക്താവ് ഇപ്പോൾ അയാൾക്ക് പറ്റിയ അയാളെ പറ്റിച്ച ആ കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഗുണഭോക്താവ് അതിന് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇയാൾക്കെതിരെ നടപടി ഉണ്ടാവും. അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് സാധ്യത കാണുന്നുണ്ടല്ലേ? കാരണം പൊതുമുതലാണല്ലോ അപഹരിക്കപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യതകളും പരിശോധിക്കപ്പെടുന്നുണ്ടല്ലേ?
തീർച്ചയായിട്ടും നഗരസഭ അത്തരത്തിലൊരു അന്വേഷണം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം മറ്റ് ഫണ്ടുകളും ഇപ്പോൾ ഇത് ഏതാണ്ട് സാധാരണക്കാരന്റെ ഫണ്ട് തട്ടിയെടുക്കുമ്പോൾ മറ്റ് സർക്കാർ ഫണ്ടുകൾ അല്ലെങ്കിൽ ഈ പ്രാദേശികമായിട്ട് വാർഡുകളിലേക്ക് നൽകുന്ന ഫണ്ടുകൾ അതേതെങ്കിലും തരത്തിൽ ഇയാൾ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ കൂടി പരിശോധിക്കുന്നതിന് വിജിലൻസിന്റെ അന്വേഷണവും ഇയാൾക്കെതിരെ ഉണ്ടാവും. ഇയാളുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഈ സാജു എന്ന് പറയുന്ന കോൺഗ്രസ് കൗൺസിലർ സ്ഥിരമായി ഇമാതിരി ഉടായ്പ പരിപാടികളുമായിട്ട് നടക്കുന്ന ഒരാളാണോ? എന്താണ് അയാളെക്കുറിച്ച് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ നഗരസഭയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് മറ്റ് കൗൺസിലർമാർ പറയുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് അത്ര നല്ല ഒരു അഭിപ്രായമല്ല പൊതുവെ നമുക്ക് ചേർത്തല നഗരസഭയിൽ നിന്ന് ലഭിക്കുന്നത്. ഇയാൾ കാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തനമായിരുന്നു, നേതാവായിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു സീറ്റാണ്. അങ്ങനെ മത്സരിച്ച് കിട്ടിയ സീറ്റിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ നഗരസഭയുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഈ സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടിയൊക്കെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സർക്കാർ അതിദാരിദ്ര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പരിശോധന, ആ പരിശോധന ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ തട്ടിപ്പ് ഇപ്പോഴും തുടർന്നത്. ആ പരിശോധനയിലാണ് ഇവർക്ക് കിറ്റ് കിട്ടുന്നില്ല എന്ന് വന്നത്. അങ്ങനെ കിറ്റ് കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറത്. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് കിറ്റ് കൃത്യമായിട്ട് പോകുന്നത്, പക്ഷേ ഇയാൾക്ക് എത്തുന്നില്ല എന്നുള്ള വാർത്ത വിവരം പുറത്തു വരുന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ശരി, ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും ഏറ്റവും ഗൗരവതരമായ, ഒട്ടും മനസ്സാക്ഷിയില്ലാത്ത ക്രൂരമായ കൊള്ളയുടെ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ഏറ്റവും സാധാരണക്കാരനായ അതിദരിദ്രനായ മനുഷ്യരുടെ അന്നത്തിൽ, ആഹാരത്തിൽ കൈയിട്ട് വാരിയിരിക്കുന്നു കോൺഗ്രസ് കൗൺസിലർ. 44 മാസത്തെ അവരുടെ ഭക്ഷ്യക്കിറ്റുകളാണ് കള്ളയൊപ്പും മറ്റുമൊക്കെ ഇട്ട് ഇയാൾ തട്ടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണവും ആരംഭിക്കാൻ പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾക്കെതിരെ നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. തൽക്കാലത്തേക്ക് ഇയാൾക്കെതിരെ നടപടി എടുക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഒരു ഭാഗത്ത് അതിദരിദ്രമുക്തം അല്ലെങ്കിൽ അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്ന നമ്മുടെ വലിയ അതിനെതിരെ അള്ളുവയ്ക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതൃത്വം, മറുഭാഗത്ത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ അന്നം മുട്ടിക്കാൻ നടക്കുന്ന കോൺഗ്രസ് കൗൺസിലർ. അതാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.